ശ്രീജിത്രൻ നോക്കൂ, നമുക്ക് വളരെ ലളിതമായി പറയാം. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആമുഖത്ത് സൂചിപ്പിച്ചതുപോലെ, ഈ പച്ചക്കറി ഒക്കെ എന്തെങ്കിലും കേടായാൽ അത് വെട്ടിക്കളഞ്ഞിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഈ പോഷക സമൃദ്ധിയുള്ള പാലോ മുട്ടയോ ഒക്കെ ചീഞ്ഞു കഴിഞ്ഞാൽ ഒന്നാകെ കളയണമെന്നാണ് പറയുന്നത്. കാരണം ഈ പോഷക സമൃദ്ധി ജീർണിച്ചാൽ അങ്ങനെയാണ്. വർഗരാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ജി സുധാകരനും അതിനുശേഷമുള്ള ജി സുധാകരനും പ്രകടമായി ഉദാഹരിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എതിരാളികളായ ആരൊക്കെ വരുന്നുവോ അവരെയൊക്കെ ജാതിയും മതവും പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നത്. അദ്ദേഹം നേരത്തെ ശ്ലാഘിച്ചതിൻ്റെ ഭാഗവാക്കായ അഭിമാനം തേടിയ ഇതേ പൊതിച്ചോറ് പദ്ധതി ഇപ്പോൾ അദ്ദേഹത്തിന് ശത്രുതയുടെ മുഖത്താണ് നിൽക്കുന്നത്. എന്താണ് ഒരു വർഗരാഷ്ട്രീയം ഉപേക്ഷിക്കുന്നത് വഴി എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ വരുന്ന പ്രകടമായ മാറ്റമെന്ന് തീസിസ് തയ്യാറാക്കാവുന്ന ഉദാഹരണമായി ജി സുധാകരൻ മാറി. അതിപ്പോൾ ഈ പോഷകാഹാരം ചീഞ്ഞാൽ എന്നുള്ളതിനേക്കാളൊക്കെ നാട്ടിൽ നല്ല ഉപമയുണ്ട്. നട്ടലുള്ള ആളുകൾ ചീഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലതും ആവും എന്നൊക്കെ പറയും. ഞാനിപ്പോൾ ആ ഉദാഹരണമൊന്നും പറയുന്നില്ല. വർഗരാഷ്ട്രീയത്തിനകത്ത് നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അന്ന് അദ്ദേഹം വർഗരാഷ്ട്രീയത്തെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിൽ നിലനിന്നിരുന്ന വർഗവിരുദ്ധമായ നിലപാടുകൾ വിമർശിച്ചവരോടൊക്കെ അദ്ദേഹം ഇന്ന് ശത്രുതയും കാണിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അനന്തര ഫലമാണ് ഇന്ന് അവസാനം അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ. ഈ ചളിക്കുണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പൊ ഈ അധികാരം ചോദിച്ചത് നിങ്ങൾ വർഗീയവാദിയാണെന്ന് അദ്ദേഹത്തിന്റെ പേരിന്റെ പ്രത്യേകത വെച്ച്. അതെ, പേരിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചത് എനിക്കതറിയാം. അതുപോലെ എത്രയോ സംഭവങ്ങളുണ്ട് ജി സുധാകരൻ്റേത്. ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് എന്തോ ബഹുമതിയിലാണെന്നൊക്കെ തോന്നിക്കും. പക്ഷെ ഇത്രയും കാലം അദ്ദേഹം പ്രവർത്തിച്ചു വന്ന സംഘടനയിൽ അദ്ദേഹം എന്തായിരുന്നു എന്നതും യഥാർത്ഥത്തിൽ ഒരു സഖാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രവർത്തിച്ചു വന്നത് ഏത് നിലയ്ക്കായിരുന്നു എന്നതും ഞാൻ കരുതുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ആത്മവിമർശനത്തിൻ്റെ കണ്ണാടി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുമെന്നാണ്. അങ്ങനെ അല്ലാതെ ഒന്നും ചരിത്രം കടന്നു പോയിട്ടില്ലല്ലോ. പക്ഷേ ഒരു മനുഷ്യൻ ഈ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കണം. ഭക്ഷണ വിതരണം, മനുഷ്യരെ വർഗീയമായി വേർതിരിച്ച് സംസാരിക്കുക എന്നിടത്തേക്കൊക്കെ ജി സുധാകരൻ എത്തിയിരിക്കുകയാണ്. അപ്പം അതിനേക്കാളും ദയനീയമായ കാര്യം എന്താ വെച്ചാൽ ജി സുധാകരൻ ഇങ്ങനെ പറയുന്നു. ഓക്കെ, ജി സുധാകരൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. ജി സുധാകരൻ ഓരോ ദിവസവും പത്രക്കാരെ കാണുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെ പലതും പറയും. അത് കേട്ടുകൊണ്ട് കേരളത്തിലെ ഒരു മന്ത്രി ഇതത്ര സുതാര്യമല്ല എന്ന് പറയുകയാണ്. കേരളത്തിൽ ഞാൻ ഒരു വാർത്ത പോലും കണ്ടിട്ടില്ല ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിൽ എന്തെങ്കിലും ഒരു അഴിമതി ഉള്ളതായിട്ടോ ഒന്നും ില്ല. ഈ രാഷ്ട്രീയ വിമർശകർ പോലും പറയാറുള്ള കാര്യം പൊതിച്ചോറിനെ പറ്റി കൂടുതൽ ഡിവൈഎഫ്ഐ സംസാരിക്കുന്നു, അതത്ര ശരിയല്ല എന്നൊക്കെ വിമർശിക്കുന്ന കണ്ടിട്ടുണ്ട് പലരും. എന്ത് പറഞ്ഞാലും പൊതിച്ചോറെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുന്നു എന്നൊക്കെ വിമർശിക്കുന്നു കേട്ടിട്ടുണ്ട്. അതല്ലാതെ പൊതിച്ചോറിന്റെ സുതാര്യതയെ പറ്റി ഒരു സംശയം ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എവിടുന്നാണ് ഈ അന്തരീക്ഷത്തിൽ നിന്ന് ആരോഗ്യ പൊതിച്ചോറിത എന്നൊക്കെ ചർച്ച കൊണ്ടുവരുന്നത്? ഇതിനകത്തൊരു ചരിത്രപരമായ രാഷ്ട്രീയമുണ്ട്. അത് മനസ്സിലാക്കണം. അതെന്താണെന്നറിയാമോ? 1917 മെയ് 29 ചെറായിയിൽ വെച്ച് മിശ്രഭോജനം. കേരളം രൂപപ്പെടുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്, നമ്മളത് ഓർക്കണം. ആധുനിക കേരളം രൂപപ്പെടുന്നത് ജാതി വിരുദ്ധമായി മുഴുവൻ മനുഷ്യരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ്. സഹോദരൻ അയ്യപ്പൻ ആധുനിക കേരളം രൂപപ്പെടുത്തിയത് ചക്കക്കുരുവും ചെറുപയറും ഇട്ട ഒരു കഞ്ഞി, ഒരു ചോറിലേക്ക് ഒരു സംഭവം. അതാണ് ആദ്യത്തെ ഈ മിശ്രഭോജനത്തിന് വിളമ്പിയ ഒരു വിഭവം എന്ന് പറയുന്നത്. അല്ലാതെ വിഭവസമൃദ്ധമായ സദ്യയൊന്നുമല്ല. അത് സംഭവത്തെ നമ്മൾ ചരിത്രത്തിൽ പന്തി ഭോജനം എന്ന് പറയാം. പല ജാതിയിൽപ്പെട്ട മനുഷ്യർ ഒരുമിച്ചിരുന്ന് കേരളത്തിൽ ഭക്ഷണം കഴിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് കേരളത്തിലെ മനുഷ്യരുടെ ഭക്ഷണത്തിന്റെ വലിയ ലോകം തുറന്നു. അതുകൂടെ മലയാളി നടന്ന് ഇവിടെ എത്തിയത്. അതിലെത്തിയ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ മനുഷ്യർ തിരിച്ചറിയാണ് ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കരുത്. മലയാളിയായ മുഴുവൻ മനുഷ്യരും ഭക്ഷണം കഴിക്കണം എന്ന ഒരു ജനാധിപത്യത്തിന്റെ ആധുനികതയുടെ ഉയർന്ന ബോധത്തിലേക്ക് മനുഷ്യരെത്തുകയാണ്. അതിന്റെ ഭാഗമായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല മെഡിക്കൽ കോളേജിലും 1 കിലോമീറ്ററൊക്കെ നീളുന്ന ക്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഡിവൈഎഫ്ഐ സഖാക്കളോട് ചോദിക്കും എങ്ങനെയാണ് ഇത് മുഴുവൻ മാനേജ് ചെയ്യുക. അപ്പോൾ അവർ പറയും അത് നോക്കട്ടെ, നമുക്കിത് മുഴുവനായിട്ടും കൊടുക്കാൻ പറ്റുന്ന വിശ്വാസം. 3500-4000 പേർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതല്ലേ. പൊതിച്ചോറ് കൊടുക്കുമ്പോൾ ഇത് തീർന്നു പോകുമെന്ന് വിചാരിക്കും. അപ്പോഴേക്കും പല വീടുകളിൽ നിന്നും വീണ്ടും പൊതിച്ചോറ് കെട്ടിയിട്ട് എത്തിയിട്ടുണ്ടാവും. വീണ്ടും ചൂടുള്ള വീണ്ടും കെട്ടി അവിടെ എത്തിച്ചിട്ടുണ്ടാവും. ആളുകൾ ക്യൂ ആയിട്ട് കാത്തു നിൽക്കുകയാണ്, നമുക്ക് കൊടുക്കണം. പരമാവധി വീടുകളിൽ നിന്ന് വീണ്ടും ശേഖരിക്കും, വീണ്ടും കൊടുക്കും. അങ്ങനെ അവിടെയുള്ള അവസാനത്തെ ആൾക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്തും. എങ്ങനെ പലപ്പോഴും രോഗികളുടെ ഒപ്പം വന്ന ആളുകൾ, എല്ലാവർക്കും കഴിക്കാനുള്ള പൈസ പോക്കറ്റ്
എത്രയോ മനുഷ്യരങ്ങനെയുണ്ട്. അതിപ്പോൾ ഈ മുരളീധരനും ഒന്നും ഇത് മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഗംഭീര ഹോട്ടലിൽ നിന്ന് മാത്രം ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുകയും ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഒരുപാട് ആളുകളും വീട്ടിലും അത്രയും വലിയ സൗകര്യവും രാമനിലയവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷേ സാധാരണ മനുഷ്യർ അങ്ങനെ പലരും ഉണ്ടെന്നേ. ഈ മെഡിക്കൽ കോളേജിൽ വരുന്നവരൊക്കെ ഒരുപാട് പേര് അങ്ങനെയുള്ളവരാ. ഉച്ചയ്ക്ക് ചിലപ്പോൾ രോഗിക്ക് കഴിക്കാൻ കഞ്ഞി അവിടുന്ന് മേടിച്ചു കൊടുത്താൽ ഈ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല. അവർ വിശന്നിരിക്കുകയായിരിക്കും. അവർക്കുള്ള ഭക്ഷണം കൊടുക്കുന്നതിൽ നിന്നൊരു സംഘടനയെ വിലക്കാൻ ഞാൻ പറയുന്നത് ഒരു ഭരണകൂടത്തിനും ഒരു അവകാശവും ഇല്ല. അങ്ങനെ ഒരു അധികാരവും. അതാണ്, അതായത് കാതലായ ഒരു ചോദ്യമാണ്.